ഇംഗ്ലീഷ് നായകനായിരുന്ന ഇയോൻ മോർഗന് സംഭവിച്ചതുപോലൊരു ദുര്യോഗമാണോ രോഹിത് ശർമ്മയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന പേടിയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ്. കരിയറിന്റെ അവസാനം നമുക്കറിയാം, അന്ന് താരതമ്യേന ദുർബലരായ അയർലൻഡിനെതിരെ ഇംഗ്ലണ്ട് പരമ്പര കളിക്കുന്നു. തുടർച്ചയായ മത്സരങ്ങളിൽ ഡക്കുമായി മോർഗൻ നാണംകെട്ട പ്രകടനം നടത്തുന്നു. അതിനുശേഷം അടുത്ത ആഴ്ച അദ്ദേഹം വിരമിക്കൽ തീരുമാനം എടുക്കുന്നു. അതുപോലെ താരതമ്യേന ദുർബലരായ അഫ്ഗാനുമായുള്ള ഈ പരമ്പര ഹിറ്റ്മാന്റെ വാട്ടർലൂ ആയി മാറുമോ എന്ന സംശയത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ. A golden duck in his 150th T20 match, Rohit Sharma is yet to get off the mark in this series. T20 ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും ബാറ്റിംഗിൽ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ. അഫ്ഗാനിസ്ഥാനുമായുള്ള ആദ്യ T20യിൽ അദ്ദേഹത്തെ നിർഭാഗ്യം കാരണമാണ് അദ്ദേഹം ഡക്കായി ക്രീസ് വിട്ടതെങ്കിൽ രണ്ടാമത്തെ കളിയിൽ മോശം ഷോട്ട് കളിച്ച് ഗോൾഡൻ ഡക്കാവുകയായിരുന്നു. ഇടങ്കയ്യൻ പേസറായ ഫസൽ ഹക്ക് ഫറൂഖിയുടെ ആദ്യ ഓവറിലെ 5ാമത്തെ പന്തിൽ കയറിയടിക്കാൻ ശ്രമിച്ചാണ് രോഹിത് ക്ലീൻ ബോൾഡായത്. അതിനു പിന്നാലെ വലിയ രീതിയിൽ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആരാധകരിൽ നിന്നും രോഹിത്തിനെതിരെ ഉയരുന്നുണ്ട്. T20 ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കണമെന്നും വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ അടക്കം ഹാർദിക് പാണ്ഡ്യ തന്നെ ടീമിനെ നയിക്കണമെന്നുമൊക്കെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. ഒരൊറ്റ മത്സരം കൊണ്ട് ആരാധകരൊക്കെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ അന്താരാഷ്ട്ര T20 കരിയർ 2022 തന്നെ അവസാനിച്ചതാണ്. അന്ന് T20 ലോകകപ്പിന്റെ സെമി ഫൈനലിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറും തീർന്നിരുന്നു. ഇപ്പോൾ രോഹിത്തിനോട് T20യിൽ വീണ്ടും ഇന്ത്യയെ നയിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് സെലക്ടർമാർ ചെയ്ത വലിയ അബദ്ധം തന്നെയാണ്. തുടരെ 2 ഇന്നിംഗ്സുകളിലും ഡെക്കായ രോഹിത് ഇത് അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. T20 ലോകകപ്പിൽ രോഹിത് ഇന്ത്യൻ ടീമിൽ വേണ്ട, പകരം ഹാർദിക് പാണ്ഡ്യ തന്നെ ടീമിനെ നയിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്. തുടരെ 2 മത്സരങ്ങളിൽ 2 ഡക്ക് എത്ര വലിയ ബാറ്ററാണെങ്കിലും ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആദ്യ T20യിൽ രോഹിത് ശർമ്മ ഡക്കായപ്പോൾ എല്ലാവരും ശുഭ്മാൻ ഗില്ലിനെയാണ് കുറ്റപ്പെടുത്തിയത്. ഈ കളിയിൽ ഗില്ലിനെ രോഹിത് പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. എന്നിട്ടും രോഹിത് രക്ഷപ്പെട്ടില്ല. ഇത്തവണ ഗോൾഡൻ ഡക്ക് എന്ന നാണക്കേടാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തിരിച്ചടിയും ഉണ്ടാകുമെന്നും ഇത് തെളിയിച്ചിരിക്കുകയാണെന്നും ആരാധകർ തുറന്നടിച്ച് പറയുന്നുണ്ട്. എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വലൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രോഹിത് ശർമ്മയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രോഹിത്തിനെ സംബന്ധിച്ച് ഇതൊരു മോശം കാലമാണ് T20യിൽ. കഴിഞ്ഞ കുറച്ചു കാലമായി T20യിൽ IPL അടക്കം റൺസ് വരൾച്ചയാണ് രോഹിത്തിന് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചയാണ്. അതുപോലെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയ വിവാദം വേറെയുമുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരെ 2ാം T20യിൽ പക്ഷേ ഗോൾഡൻ ഡക്കായി പുറത്തായെങ്കിലും അദ്ദേഹത്തെ തേടി ഒരു ചരിത്ര നേട്ടം എത്തിയെന്നതാണ് രോഹിത്തിന് ഈ മത്സരത്തിൽ അഭിമാനിക്കാനുള്ള ഏക കാര്യം. ഇൻഡോർ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ചരിത്ര നേട്ടം തന്നെയാണ് രോഹിത്തിനെ തേടിയെത്തിയത്. T20യിൽ 150 മത്സരം കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് അദ്ദേഹത്തിന് സ്വന്തമായത്. 14 മാസത്തെ വിട്ടുനിൽക്കലിൽ നിന്നും ശേഷമാണ് അദ്ദേഹം 150ാമത്തെ മത്സരം ഈ മത്സരത്തിൽ കളിച്ചത്. 134 മത്സരം കളിച്ച അയർലൻഡിന്റെ പോൾ സ്റ്റേർലിംഗും 128 മത്സരങ്ങൾ കളിച്ച ജോർജ് ഡോക്രലുമാണ് 2-3 സ്ഥാനങ്ങളിൽ. അന്താരാഷ്ട്ര T20യിൽ 100 വിജയം നേടിയ ആദ്യ പുരുഷ താരവും രോഹിത്താണ്. വിരാട് കോഹ്ലി 116 മത്സരങ്ങൾ, ഏറ്റവും കൂടുതൽ T20 കളിച്ച താരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളിൽ 2ാമത് അദ്ദേഹമാണ്. അപ്പോൾ രോഹിത് ശർമ്മ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഇംപ്രൂവ്ഡ് ക്രിക്കറ്റർ എന്ന് തന്നെ പറയാം. He was being bowled by Anwar Ali in ICC Under-19 World Cup final. Now the majority of cricket fans in the world don't even know who Anwar Ali is, but we can't find a single cricket fan who don't know about Rohit Sharma, the hitman. രോഹിത് ശർമ്മ ഡക്കായെങ്കിലും മത്സരത്തിൽ അനായാസം ജയിച്ചു കയറിയ ഇന്ത്യ ഈ T20 പരമ്പരയും സ്വന്തമാക്കുകയുണ്ടായി. ബാറ്റിംഗ് കരുത്തിൽ 6 വിക്കറ്റിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ 173 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് നൽകിയത്. മറുപടിയിൽ വെറും 15.4 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ഓപ്പണറായ യശസ്വി ജയ്സ്വാളും ശിവം ദൂബയും ഇടിവെട്ട് 50കളോടെ കസറിയപ്പോൾ ഇന്ത്യക്ക് വിജയം എളുപ്പമാവുകയായിരുന്നു. ജയ്സ്വാൾ 34 പന്തുകളിൽ 5 ഫോറും 6 സിക്സറും അടക്കം 68 റൺസ് വാരിക്കൂട്ടി പുറത്തായപ്പോൾ ശിവം ദൂബെ തുടരെ 2ാമത്തെ മത്സരത്തിലും അപരാജിത 50യുമായി ക്രീസിൽ നിൽക്കുകയായിരുന്നു. 32 പന്തുകളിൽ 5 ഫോറും 4 സിക്സറും അടക്കം 63 റൺസാണ് ശിവൻ ദൂബെയുടെ സമ്പാദ്യം. വിരാട് കോഹ്ലി 16 പന്തിൽ 5 ഫോറുകളടക്കം 29 റൺസ് നേടി പുറത്താവുകയുണ്ടായി. അപ്പോൾ ഇവരുടെ പ്രകടനമാണ് ഇന്ത്യൻ വിജയത്തിന്റെ ആണിക്കല്ല്. അപ്പോൾ മറ്റൊരു പരമ്പര കൂടി ഹിറ്റ്മാന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഡക്ക് ഷോ തീർച്ചയായും ഒരു കൺസേൺ തന്നെയാണ്, പ്രത്യേകിച്ചും T20 ലോകകപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ. അപ്പോൾ രോഹിത്തിന് ഇയോൻ മോർഗനെ പോലെ കരിയർ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നാണ് ആരാധകരുടെ സംശയം.